ഓക്കെ, ചിക്കൻ മപ്പാസ് പ്ലീസ്. പിന്നെന്താ നമുക്ക് ഉണ്ടാക്കാലോ? വയോ അതൊരു പാത്രമോ പാനോ എന്തെങ്കിലുമൊക്കെ എടുക്കുക. 2 ടേബിൾ സ്പൂൺ ഓഫ് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, അതേപോലെ ഗീ. അതിന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, എന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് 3 ഉള്ളി അങ്ങോട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൊണ്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇടുക. നടു കീറിയ പച്ചമുളക്, കുറച്ച് ക്യാരറ്റ്, ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് വാട്ടിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് മല്ലിപ്പൊടി, ഫെനൽ സീഡ്സ് പൗഡർ, അതായത് വെറുംജീരകപ്പൊടി, ഒരു 4 മഞ്ഞപ്പൊടി, ഗരം മസാല, എന്നിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക. കുനുകുന ചൊപ്പ് ചെയ്ത 1 തക്കാളി, എന്നിട്ട് സ്ക്വീസ് ഓഫ് ലെമൺ നല്ലോണം അങ്ങോട്ട് വാട്ടിയെടുക്കുക. എന്നിട്ട് നമ്മളെ ചിക്കനെ കൊണ്ട് ഇടാം, അതായത് ചിക്കൻ ഇടാം. ഞാൻ ഇവിടെ ഏകദേശം 1 കിലോ ചിക്കൻ ഇട്ട് എടുക്കുന്നത്. അത് നല്ലോണം ഇവിടെ ഇളക്കി പിടിപ്പിച്ചിട്ടുണ്ടല്ലോ. കുറച്ച് വെള്ളം ഒഴിക്കുക, അടച്ചു വെച്ചിട്ട് അവിടെ കുക്ക് ചെയ്ത് ഒരു 10-15 മിനിറ്റ്. എന്നിട്ട് തുറക്കുമ്പോൾ ചിക്കൻ നല്ല അടിപൊളിയിൽ കുക്ക് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. ഞാനിവിടെ ക്യാൻ കോക്കനട്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധാ തേങ്ങ വേണേൽ പിഴിഞ്ഞ് ഒഴിക്കാം. ഓക്കെ, എന്നിട്ട് നല്ലോണം ഇവിടെ ഇളക്കി സെറ്റ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് വേണ്ടി ഉപ്പിടുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് അങ്ങോട്ട് ഒരു 10 മിനിറ്റ് കൂടെ വേവിച്ച് തുറക്കുമ്പോഴല്ലോ ഒരു മണം കൊണ്ട് വരാണ്ട് നമുക്ക് നമ്മളെ ദടുക്ക ഉണ്ടാക്കാം. കുറച്ച് കോക്കനട്ട് ഓയിൽ ചൂടായി വരുമ്പോൾ എന്നിട്ട് കുനുകുന ചോപ്പ് ചെയ്ത ചെറുള്ളിയാണ് വേണ്ടത്. നമ്മുടെ സാധാ ഉള്ളി യൂസ് ചെയ്യുന്നുള്ളൂ, പക്ഷെ ചെറുള്ളിയാണ് വേണ്ടത്, മസ്റ്റ് ആണ്. ഓക്കെ, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഇതിൽ കറിവേപ്പില മസ്റ്റ് ആണ്. എന്റെ കയ്യിൽ ഇല്ലാത്ത കൊണ്ട് ഞാൻ ഇട്ടില്ല. പക്ഷേ കടുക് പൊട്ടിക്കാൻ മറന്നുപോയി ഗൈസ്. നിങ്ങൾ കടുക് പൊട്ടിക്കണം. സാരല്ല, നീ ഉള്ളത് വെച്ച് കൂടെ ഇളക്കി മൂപ്പിച്ചെടുത്തിട്ട് നേരെ നമ്മളെ കറിയിലേക്ക് വെച്ചിട്ട് കുറച്ച് ചാറ് അതിലേക്ക് വെച്ചിട്ട് 2 ഇളക്കിളക്കിയിട്ട് പിന്നെ അതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. ഫൈനലി നമ്മളെ കസൂരി മേത്തി അങ്ങോട്ട് സ്പ്രിങ്കിൾ ചെയ്ത് അങ്ങോട്ട് ഇടുക. അതിൽ അടച്ചു വെച്ചൊരു 5 മിനിറ്റ് അങ്ങോട്ട് തണുക്കട്ടെ. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് ചിക്കൻ അങ്ങോട്ട് ഇട്ടിട്ട് നല്ല പൊറാട്ടയോ നെയ്ച്ചോറോ ചപ്പാത്തിയോ എന്തെങ്കിലുമൊക്കെ കുന്നം വെച്ചൊരു പിടത്ത് അങ്ങോട്ട് പിടിച്ചാണ്ടല്ലോ. സ്വർഗം. അതാണ് നമ്മുടെ ചിക്കൻ മപ്പാസിന്റെ റെസിപ്പി. അപ്പൊ ഇത് കിണ്ണാൻ കാഴ്ച സാധനം, കിണ്ണാൻ കാഴ്ച സാധനമാണ്. ഇത് ഒടുക്കത്തെ ടേസ്റ്റ് ആണ്. അപ്പൊ ഈ റെസിപ്പി ട്രൈ നിങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്നാ പിന്നെ ഗൈസ്, ഓക്കെ ബൈ.